ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിതു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. പല്ലുവേദന കാര്യമാക്കണോ? എപ്പോഴും കുഞ്ഞിന് പല്ലുവേദനയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തു മാറ്റും. അത് കഴിഞ്ഞാൽ ഓക്കെ ആയി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും പല്ലുവേദന. എപ്പോഴും നമ്മൾ സ്കൂൾ ഏജ് പോയ കുട്ടികൾക്ക് കാണുന്ന ഒരു പ്രോബ്ലം ആണല്ലേ. അപ്പോൾ അത് കാര്യമാക്കണോ വേണ്ടയോ എന്ന് പലരും പറയും. പൊഴിഞ്ഞു പോവാനുള്ള പല്ലല്ലേ, അപ്പോൾ മൈൻഡ് ആക്കണ്ട എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, തീർച്ചയായിട്ടും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയും. പൊഴിഞ്ഞു പോവാനുള്ള പല്ലാണെങ്കിൽ പോലും അതിന് മോണയായിട്ടും ചുറ്റുമുള്ള നമ്മുടെ ആ എല്ലുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇൻഫെക്ഷൻ വരാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇൻഫെക്ഷൻ വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് അറിയാം. നമ്മൾ കുഞ്ഞു മക്കളാകുമ്പോൾ മുലപ്പാൽ കുടിച്ചു വായയിൽ പാല് വെച്ചുകൊണ്ട് തന്നെ ഉറങ്ങുന്ന അവസ്ഥ, നഴ്സിംഗ് കാരീസ് അല്ലെങ്കിൽ മിൽക്ക് കാരീസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എപ്പോഴും കുറച്ച് മുതിർന്ന കുട്ടികളായാൽ, അതായത് 1 വയസ്സിനൊക്കെ ശേഷം തന്നെ രാത്രി ഒത്തിരി നേരം പാല് കുടിച്ചുറങ്ങുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ചോളൂ. പല്ല് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ജ്യൂസൊക്കെ കൊടുത്തിട്ട് അതേപോലെ കിടക്കുക, അല്ലെങ്കിൽ മിഠായി കൊടുത്തിട്ട് അതുപോലെ കിടക്കുന്ന സ്വഭാവമൊക്കെ മാറ്റുക. എന്ത് മധുരമുള്ള സാധനങ്ങൾ ഒന്ന് കുലുക്കുഴിക്കുക, അത്രയേ ഉള്ളൂ. അതല്ല എപ്പോഴും നടക്കുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അതൊക്കെ നടക്കും. കാരണം അതൊരു ഡെൻ്റൽ ഹൈജീനിൻ്റെ ഭാഗമാണ്. കുഞ്ഞിന് കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ഭക്ഷണമോ അല്ലെങ്കിൽ മിഠായി കഴിച്ചാൽ ബിസ്ക്കറ്റ് കഴിച്ചാലും ഒക്കെ ഒന്ന് നന്നായിട്ട് ഗാർഗിൾ ചെയ്ത് കുലുക്കുഴിഞ്ഞ് തുപ്പിക്കാൻ കുഞ്ഞിനെ നിങ്ങൾ പഠിപ്പിക്കുക തന്നെ വേണം. പിന്നെ പല്ലുണ്ടായി കഴിഞ്ഞ് തുടങ്ങിയാൽ തന്നെ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ മോണ വൃത്തിയാക്കണം. പല്ലുണ്ടായി കഴിഞ്ഞ് ചെറിയ ബ്രഷ് വെച്ച് ക്ലീൻ ആക്കുകയും വേണം. അതും നിർബന്ധമാണ്. ചെറിയ കുട്ടികൾക്ക് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന പേസ്റ്റ് ഉണ്ട്. അതൊരു അരിമണി വലിപ്പത്തിലെടുത്തിട്ട് തേപ്പിക്കുകയും വേണം. പല്ലിൽ എവിടെയെങ്കിലും കറുപ്പ് ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ പല്ലിൻ്റെ ഡോക്ടറുണ്ട്, പീഡോഡോണ്ടിസ്റ്റിനെ കാണിക്കണം. അതൊക്കെ അതിന് പറ്റിയ ചില പേസ്റ്റുകളുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലരൊക്കെ നമുക്കിപ്പോൾ കുറച്ച് നേരമൊക്കെ, അതായത് വിഴുങ്ങിയാലും പ്രശ്നമില്ലാത്ത പേസ്റ്റുകളുണ്ട്. അത് അപ്ലൈ ചെയ്ത് വെച്ചാൽ അത് ഇനാമലിനൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കും. ചില ഹോദാണെങ്കിൽ അവർ അടയ്ക്കുകയും ചെയ്യും. കുറച്ചുകൂടി ഡീപ്പാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അപ്പോൾ പലരും റൂട്ട് കനാലൊന്നും ചെയ്യാണ്ട് ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നീട് വരുന്ന പല്ലിൻ്റെ ആരോഗ്യത്തിന് അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ മക്കളുടെ ആ കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറകിലോട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു 6 മന്ത്സ് കൂടുമ്പോൾ നിങ്ങളുടെ പല്ലിൻ്റെ ഡോക്ടർ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്താലും നല്ലതാണ്. റുട്ടീൻ ഡെൻ്റൽ ചെക്കപ്പായിട്ട് ചെയ്താലും വളരെ നല്ലതാണ്. ഇനി ഈ കാര്യത്തിൽ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ പോരട്ടെ. നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.